ബീഹാറിൽ വീണ്ടും എൻഡിഎയുടെ തേരോട്ടമാണ് കാണുന്നത്. മൃഗീയ ഭൂരിപക്ഷത്തോടെ നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലേക്ക് നീങ്ങുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് എൻഡിഎ. 4-3 ഭൂരിപക്ഷം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശക്തി കേന്ദ്രങ്ങളെ പോലും മഹാസഖ്യം തകർന്നടിയുന്നതാണ് കണ്ടത്. രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയിട്ടും മുന്നണിക്ക് മുന്നേറാനായില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ബിജെപി എത്തുന്നു. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്, തേജസ്വി യാദവ് പാർട്ടി ശക്തി കേന്ദ്രത്തിൽ കുടുംബ സ്വത്തെന്ന് വിളിക്കാവുന്ന രീതിയിൽ കൊണ്ടു നടന്നിരുന്ന രാഘോപൂർ മണ്ഡലത്തിൽ ഇതാ പിന്നിലാണ് എന്നുള്ളതാണ്. അവിടെ ബിജെപി സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും രാജ്യവ്യാപകമായി ബിജെപി ആഘോഷം നടത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 6 മണിക്ക് വൈകിട്ട് ദില്ലിയിൽ ബിജെപി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. സാധാരണയായി എല്ലാ തെരഞ്ഞെടുപ്പ് ജയങ്ങൾക്ക് ശേഷവും പ്രധാനമന്ത്രി പാർട്ടി ആസ്ഥാനത്തെത്തി ഇത്തരത്തിൽ അഭിസംബോധന ചെയ്യാറുള്ളതാണ്. തോൽവിക്ക് കാരണം SIR-ഉം വോട്ട് ചോരിയും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. ആദിൽ പാലോടും PR സുനിലും നോബൽ മാരിക്കാരനുമാണ് ചേരുന്നത്. നമുക്ക് ആദിൽ പാലോഡിലേക്ക് പോകാം. അതിൽ ബീഹാറിന്റെ തുടക്കത്തിലെ പ്രചാരണം മുതൽ അവിടെ ഉണ്ടായിരുന്നയാളാണ്. അതിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ, ഒരുപക്ഷെ NDA ക്യാമ്പ് പോലും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സ്വീപ്പാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വലിയ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നു മഹാസഖ്യത്തിന് എന്നതാണ് കാഴ്ച. ഞാനിപ്പോൾ നിൽക്കുന്നത് നിതീഷ് കുമാറും മോദിയും അടങ്ങുന്ന ജോഡി അവർ വിജയിക്കുകയാണെന്നാണ് പറയുന്നത്. വിരോധി ദൾ ഹർ ജാതാ ഹൈ ഹർ ജാ രഹാ ഹൈ. विरोधी दल का तो बात ही मत कीजिए, क्योंकि आज हम लोग हैं जी, संस्कारी हैं जी, हाँ हम बिहारी हैं जी, पूरे संस्कारी हैं जी। सोना कर दे आप, क्या लगता है, क्या लगता है? बस बिल्कुल जीत है तो जीत है। महिलाओं का एक कीमती वोट जो NDA सरकार को आशीर्वाद के रूप में देने का, महिला के लिए ज्यादा काम किया सरकार। बिल्कुल बताइए। महिलाओं के लिए, हम महिलाओं को सशक्त बनाने में NDA सरकार की अहम भूमिका है और हम महिलाएं आज सशक्त हो रही हैं। इसका उदाहरण है कि हमारे नाम पे हमारा घर है, हमारे नाम पे हमारा चूल्हा। ഇതാണ് വലിയ ആഘോഷമാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് നിതീഷ് കുമാർ എന്നതാണ്. മോദിയും നിതീഷും അടങ്ങുന്ന ജോഡി ബീഹാറിൽ വിജയിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും പാട്ടുപാടിയും നൃത്തം ചെയ്തും പടക്കം പൊട്ടിച്ചുമൊക്കെ ആഘോഷിക്കുകയാണ് BJP പ്രവർത്തകർ. ഇവർക്ക് ആഘോഷിക്കാൻ വകയുണ്ട്. ആ വിധത്തിലുള്ള വിജയമാണ് BJP ബീഹാറിൽ നേടിയിരിക്കുന്നത്. ആ രൂപത്തിലുള്ള ആഘോഷം തന്നെയാണ് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നത്. जीत गया भाई, जीत गया, NDA जीत गया. NDA വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും പറയുന്നത്. ഏതായാലും ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് തന്നെ പറയേണ്ടി വരും. ആ രൂപത്തിൽ വൻതോതിൽ തകർന്നടിയുന്നതാണ് മഹാസഖ്യത്തിന്റെ ഭാഗത്തെ കാഴ്ച. ആ കാഴ്ച നമ്മൾ കാണുകയും ചെയ്യുന്നു. ഒരുപക്ഷെ മഹാസഖ്യം പരാജയപ്പെട്ടാൽ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി തേജസ്വി യാദവിന് RJDക്ക് തുടരാനാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുന്നു എന്നതാണ് ബീഹാറിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും RJDയും മഹാസഖ്യവും തകർന്നിരിക്കുന്നു. VIP പാർട്ടിയെ പിന്നാക്കക്കാരുടെ ഒരു പ്രാതിനിധ്യം എന്ന നിലയിലാണ് മുകാസ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയായി കൊണ്ടുവന്നത്. പക്ഷേ മുകാസ് സാഹ്നി എന്ന പരീക്ഷണവും പരാജയപ്പെട്ടു. एकमा विधानसभा का क्षेत्र से JDU का प्रत्याशी धूमल सिंह चुनाव जीत चुके हैं। बिल्कुल बधाई धूमल सिंह जी को, बहुत बहुत बधाई। नीतीश कुमार जीतेंगे। हाँ, नीतीश कुमार मुख्यमंत्री बनेंगे। बिल्कुल NDA का वही चेहरा है, नीतीश कुमार जी बनेंगे। 5 साल, बिल्कुल 5 साल वही। നിതീഷ് കുമാർ സർക്കാർ അധികാരമേൽക്കുമെന്നാണ് ഈ പ്രവർത്തകർ പറയുന്ന. വലിയ ആഘോഷമാണ്. നമുക്കൊന്ന് മുകളിലേക്ക് കാണിച്ചു കൊടുത്താൽ ഈ BJPയുടെ പട്ടയിലെ ആസ്ഥാനം ഈ രൂപത്തിൽ ആഘോഷ മുഖരിതമാണ്. ആവേശത്തിന്റെ അലകടലായി മാറുന്നതാണ് നമ്മൾ ബീഹാറിൽ നിന്ന് കാണുന്ന കാഴ്ച. ഏതായാലും പല മേഖലയിലും സമാനമായ ആഘോഷ പരിപാടികൾ രാജ്യവ്യാപകമായി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് BJP. വിനീത, ആവേശത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. അതിലും വലിയ മുന്നേറ്റമാണ് ഇന്ത്യ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം, കുത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെ അവർ ആഹ്ലാദത്തിൽ ആറാടുകയാണ്. വീണ്ടും ഭരണത്തിലേക്ക് NDA എത്തുന്നു. അത് മുൻ വർഷത്തേതുപോലെയല്ല, അല്ലെങ്കിൽ മുൻ തെരഞ്ഞെടുപ്പിലേതുപോലെയല്ല. വലിയ മുന്നേറ്റം. ഇതാ 200 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 37 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങുന്നു മഹാസഖ്യം എന്നതാണ്